ISLിലെ 12ാം സീസണിലെ ആദ്യ വിജയം തേടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നാളെ ഡൽഹിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ലീഗ് സ്റ്റേജിലെ 7ാം ഘട്ട മത്സരത്തിന് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ 6 മത്സരങ്ങളിൽ 5ലും പരാജയപ്പെട്ട് ഒരു സമനിലയോടുകൂടി മാത്രം വിത്ത് ഓൺലി 1 പോയിൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹിക്കെതിരെ കളിക്കുവാനായിട്ട് വരുന്നത്. ഡൽഹിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിട്ടുണ്ടായിരുന്ന തോമസ് ഷോസ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു കോച്ചിൻ്റെ, അതായത് മിഖായൽ സ്റ്റൈറസ് ടീം വിട്ടുപോയ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ച പരിശീലകനാണ് തോമസ് ഷോസ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീമിലൊക്കെ തന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള കോച്ചാണ് അദ്ദേഹമാണ് നിലവിലെ ഡൽഹിയുടെ പരിശീലകൻ. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ടീം വിട്ടുപോയ ഐമൻ അസർ തുടങ്ങിയ താരങ്ങളുമൊക്കെ തന്നെ അണിനിരത്തിക്കൊണ്ടാണ് ഒരു മികച്ച ഇന്ത്യൻ സ്ട്രെങ്തോടു കൂടിയാണ് നിലവിൽ ഡൽഹി കളിക്കളത്തിലേക്ക് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ കോച്ചാണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് ടീമിനുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ടൈം പീരീഡ് വേണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെല്ലാം പുറമേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ പ്രതിസന്ധിയാണ്. ഒരു റെലിഗേഷൻ സോണിൽ നിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ കൂടി വരുമ്പോൾ, അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു മസ്റ്റ് വിൻ ഗെയിം തന്നെയാണ് പുതിയ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിന് ഈ ഒരു ആദ്യത്തെ മത്സരം, അതും ഡൽഹിക്കെതിരെ. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കാണിച്ച ഒരു തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ കീഴിൽ ഡേവിഡ് കെറ്റാലയ്ക്ക് ഒരു മികച്ച ടീമിനെ സൂപ്പർ കപ്പിന് അണിനിരത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായെന്നാണ്. അന്ന് ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു പോകാതിരുന്നത് വളരെയധികം നിരാശപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാന നിമിഷത്തിൽ മുംബൈക്കെതിരായിട്ടുള്ള ആ ഒരു സൂപ്പർ കപ്പിലെ ആ ഒരു മത്സരത്തിൽ അവസാന നിമിഷം വഴങ്ങിയ ഒരു ഓൺ ഗോളിൻ്റെ പേരിലാണ് ബ്ലാസ്റ്റേഴ്സിന് പുറത്തായിട്ടുള്ളത്. എങ്കിൽ പോലും വളരെ മികച്ച പ്രകടനം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കുവാൻ സാധിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കംപ്ലീറ്റ് സ്ക്വാഡിനെ ഈ ഒരു ISLിന് വേണ്ടി ഡേവിഡ് കെറ്റാലയ്ക്ക് കൊടുക്കാതെ, മറിച്ച് പല മികച്ച നല്ല സ്ക്വാഡ് വാല്യൂ ഉള്ള താരങ്ങളെ, അതായത് വിദേശ താരങ്ങളെ മറ്റ് ടീമിലേക്ക് ലോണിന് വിട്ടും പല താരങ്ങളുമായിട്ട് മ്യൂച്വലി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുമൊക്കെ തന്നെ ആ ലെവലിലെ കാര്യങ്ങളിലേക്ക് മാനേജ്മെൻറ്റ് എത്തിക്കുകയായിരുന്നു. എന്നിട്ട് നിലവാരം കുറഞ്ഞ മാർക്കറ്റ് വാല്യൂ തീരെ ഇല്ലാത്ത താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് മാനേജ്മെൻറ്റ് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആണ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കൂനിന്മേ കുരു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ആരാധകരുടെ ഭാഗത്തുനിന്നും വളരെയധികം വലിയ വിമർശനം ഉണ്ടാവുക മാത്രമല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചുള്ള നിലവാരം കുറഞ്ഞ താരങ്ങളെ മാറ്റി വീണ്ടും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടായതാണ്. കാരണം അതിനെ തുടർന്നാണ് ഫാലു ഇന്ത്യയെ, കരീം ബെനാരിഫ് തുടങ്ങിയ താരങ്ങളെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഏതാണ്ട് 12ഓളം സൈനികളാണ് ഒരു സീസണ് മുൻപായിട്ട് നടത്തിയിട്ടുള്ളത്. നോക്കുക, ISL സീസൺ തുടങ്ങുവാനായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ഔട്ട് ചെയ്ത് ISL പുതിയൊരു സ്ട്രക്ചറിൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ റെലിഗേഷൻ സോണിലാണ് ഉള്ളത്. അതും മുഹമ്മദൻസിന് മാത്രമാണ് അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. എങ്കിൽ പോലും അവർ ഒരു കളി ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറവാണ് കളിച്ചിട്ടുള്ളത്. സോ നാളത്തെ മത്സരം, അതായത് ഡൽഹിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് പോകുന്ന ഗെയിം ഒരു ഷുവർ ഷോട്ട് വിന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്. ആ നാളത്തെ മത്സരത്തിൽ വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ റെലിഗേഷനിലേക്ക് കൂടുതൽ അടുക്കുമെന്ന് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും അത് എന്ന് എടുത്തു പറയേണ്ടതാണ്. അതിനെ തുടർന്നൊക്കെ തന്നെ ആരാധകരുടെ ഭാഗത്തുനിന്നും വളരെ വലിയ വിമർശനവും ടീം ആരാധക കൂട്ടായ്മയായിട്ടുള്ള മഞ്ഞപ്പടയുടെ ഭാഗത്തുനിന്നുമൊക്കെ തന്നെ വളരെ വലിയ പ്രതിഷേധമാണ് നിലവിൽ ടീമിന് നേരെ ഉയർന്നുവരുന്നത്. ഇതിനെല്ലാം വലിയ കാരണങ്ങളൊക്കെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഉടൻ തന്നെ ഈ പ്രശ്നമൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് നാളത്തെ മത്സരത്തിൽ ആഷ്ലി വെസ്റ്റ്വുഡിന് ഈ ഒരു മത്സരം വിജയിപ്പിക്കുക മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെച്ചപ്പെട്ട ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിലേക്ക് ഇറക്കുമെന്നാണ് അദ്ദേഹം ഒരു ആരാധകർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ നാളത്തെ മത്സരം വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊരു കാര്യം ഉറപ്പാണ്. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള കരീം ബെനാരിഫ് ഇറങ്ങുവാനായിട്ടുള്ള, അതായത് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അദ്ദേഹം ഇറങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഫാലു എൻഡി എന്ന് പറയുന്ന താരത്തിനൊക്കെ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് അവസരങ്ങൾ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. ഒരു ഫുൾ സ്ക്വാഡ്, നമുക്കൊരു മികച്ച സ്ക്വാഡിൻ്റെ ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ലെവലിൽ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും നാളത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ടീമിന് അല്ലെങ്കിൽ ആരാധകർക്ക് വളരെ വലിയൊരു ആശ്വാസമാകും എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ.